ഉഹദ് യുദ്ധത്തിൽ ഒരു ചെറുപ്പക്കാരൻ പ്രവാചകന്റെ തീരുമാനത്തെ ചോദ്യം ചെയ്തു. അത് ശരിയാണെന്ന് പറഞ്ഞു. അപ്പോൾ പ്രവാചകൻ അംഗീകരിച്ചു. അയാൾ പറഞ്ഞതാണ് ശരി, അയാൾ എന്നെ തിരുത്തി. അയാളുടെ ആശയം മറ്റുള്ളവർ പറയുന്നത് കൂടി കേൾക്കണം, മറ്റുള്ളവരുടെ ആശയങ്ങൾ കൂടി കേൾക്കണം. നമ്മൾ ഏകപക്ഷീയമായി നമ്മുടെ തീരുമാനങ്ങൾ ഒരു ഭരണാധികാരിയും മറ്റുള്ളവരുടെ മീതെ അടിച്ചേൽപ്പിക്കരുത്. അതിനേക്കാൾ വലിയ ജനാധിപത്യ ബോധം എന്താണ്? ഏറ്റവും വലിയ ജനാധിപത്യ ബോധം എന്നെ പലപ്പോഴും വിസ്മയിച്ചിട്ടുള്ളത് മറ്റൊന്നാണ്. തൊഴിലിനെ കുറിച്ചാണ് പറഞ്ഞത്, ജോലിയെ കുറിച്ച്. ജോലി ചെയ്യുന്നവരോടുള്ള ബഹുമാനമാണ്, അധ്വാനിച്ച് അന്നം കഴിക്കുന്നവരോടുള്ള ബഹുമാനം. അവന് ജോലി കൊടുക്കുന്നവർ അമിതമായ ജോലി കൊടുക്കരുത്. നിശ്ചിതമായ സമയത്ത് മാത്രമേ അവന് ജോലി ചെയ്യാൻ പാടുള്ളൂ, ജോലി ചെയ്യിക്കാൻ പാടുള്ളൂ. അവന്റെ ആരോഗ്യത്തിന് പറ്റിയ ജോലികൾ മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ, അതിൽ കൂടുതൽ ജോലികൾ കൊടുക്കരുത്. ഇങ്ങനെ പറയുന്നത് അവന്റെ വിയർപ്പാർജനത്തിന് മുമ്പ്, ജോലി ചെയ്യുന്നവന്റെ വിയർപ്പാർജനത്തിന് മുമ്പ് അവന്റെ പ്രതിഫലം കൊടുക്കണമെന്നാണ്. എത്ര നൂറ്റാണ്ടുകൾക്ക് ശേഷമാണ് ഓരോ രാജ്യങ്ങളിൽ ലേബർ ലോ ഉണ്ടായത്, തൊഴിൽ നിയമങ്ങൾ ഉണ്ടായത്? എത്ര നൂറ്റാണ്ടുകൾക്ക് ശേഷമാണ്? ഇതിനേക്കാൾ വലിയൊരു തൊഴിൽ നിയമം പറയണ്ടോ? ഇതിനേക്കാൾ വലിയൊരു തൊഴിൽ നിയമം? കൂടുതൽ ജോലി അടിച്ചേൽപ്പിക്കരുത്, കൂടുതൽ ഭാരം അടിച്ചേൽപ്പിക്കരുത്, വേർപാടുന്നതിന് പ്രതിഫലം കൊടുക്കണം എന്ന് പറയുന്ന ഒരു തൊഴിൽ നിയമം, ഇതിനേക്കാൾ വലിയ തൊഴിൽ നിയമം ലോകത്ത് എവിടെയാണുള്ളത്? എവിടെയാണുള്ളത്? എല്ലാത്തിനെയും ചേർത്ത് പിടിക്കുന്ന, എല്ലാവരെയും കാരുണ്യവും സ്നേഹവും എപ്പോഴും ഉയർത്തിപ്പിടിക്കുന്ന ആ ചിന്തകളാണ് വിശുദ്ധ ഗ്രന്ഥം ഒരു ജീവിതക്രമമായി ശിക്ഷപ്പെടുത്തിയിട്ടുള്ളത്. അത് എല്ലാവരുടെയും മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന ജീവിതം എങ്ങനെയാകണം എന്ന ദിശ ചൂണ്ടിക്കാട്ടി തരുന്ന ഒന്നാണ്. അതിൽ നിന്ന് വ്യത്യസ്തമായി ശരിക്കാൻ പാടില്ല, അത് തെറ്റാണ് എന്ന അനാഥരെ, അഭയമില്ലാത്തവരെ, അബലകളെ, വൃദ്ധരെ, വിധവകളെ, ഭിന്നശേഷിക്കാരെ അവരെല്ലാം സംരക്ഷിക്കണമെന്നാണ്. അനാഥരെ സംരക്ഷിക്കുന്നവർ സ്വർഗത്തിൽ അനാഥ സംരക്ഷകരും ഞാനും തമ്മിൽ രണ്ട് വിരലിന്റെ അകലമാത്രമുണ്ടാവുള്ളൂ. അതായത് എന്റെ തൊട്ടടുത്തുണ്ടാവും അനാഥരെ സംരക്ഷിക്കുന്ന നല്ല മനുഷ്യർ, സ്വർഗത്തിൽ എന്റെ തൊട്ടടുത്തുണ്ടാവും. ഞാൻ അവരും തമ്മിൽ രണ്ട് വിരലിന്റെ വ്യത്യാസം മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്താണ് ജീവിതത്തിൽ ചെയ്യേണ്ടത് എന്നതിന്റെ കൃത്യമായ സൂചനകളാണ്. വിശപ്പുള്ളവനെ ഭക്ഷണം കൊടുക്കണം, വീടില്ലാത്തവന് വീട് കൊടുക്കണം, സഹായം ആവശ്യമുള്ളവന് സഹായം കൊടുക്കണം. അത് അവന്റെ അവകാശമാണ്, നമ്മൾ കൊടുക്കുന്ന ഔദാര്യമല്ല എന്നാണ് പറയുന്നത്. ശാസ്ത്രീയമായ കാര്യങ്ങൾ പോലും മുൻകൂട്ടി പറഞ്ഞിട്ടുണ്ട്. ഈ ഭൂമി പരന്നതാണ് എന്ന് പരക്കെ വിശ്വസിച്ചിരുന്ന കാലത്ത് പോലും ഇത് സൂര്യന് ചുറ്റും ഒരു ഓർബിറ്റിൽ സഞ്ചരിക്കുന്ന ഗോളമാണ് എന്ന് പ്രവാചകൻ പറഞ്ഞിട്ടുണ്ട്.